ഇവിടെ സ്വൈരമായി കിടന്നുറങ്ങണോ, നിങ്ങൾക്ക് സ്വൈരമായി യാത്ര ചെയ്യണോ, നിങ്ങൾക്ക് സ്വൈരമായി നിങ്ങളുടെ ജോലിക്ക് പോകണോ? ഇവിടെ കൊലക്ക് കൊല എന്ന ശിക്ഷ വന്നാലല്ലാതെ വലക്കും ഫിൽ ഖിസാസ്, നിങ്ങൾക്ക് പ്രതിക്രിയാ നടപടിയിൽ എന്തുണ്ട് എന്നാണോ പറഞ്ഞത്? ഹയാ, ജീവിതമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണോ ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമം വരണം. ഇത് ഞാൻ പറയുന്നതല്ല, ഇതന്നെ എല്ലാവരുടെയും ആഗ്രഹം. ഷഹബാസ് എന്ന മോനെ നഞ്ചക്ക് കൊണ്ടവന്റെ നെഞ്ചും തലയോട്ടിയും തകർത്ത് ഇടിവള കൊണ്ടവനെ ഇടിച്ച് ചമ്മന്തിയാക്കിയ ആ വാർത്ത കേട്ടവർ മുഴുവനും പറഞ്ഞു, കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു, പച്ചക്ക് കത്തിക്കണം, ആ മക്കളെ പച്ചക്ക് കത്തിക്കണം എന്ന് പറഞ്ഞു. അത് മനുഷ്യന്റെ വികാരമാണ്, അതൊരു മനുഷ്യന്റെ വികാരമാണ്, സാധാരണക്കാരുടെ വികാരം മാത്രമല്ല. 10 മാസം നൊന്തുപറ്റി കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിയിട്ട് വളർത്തിയുണ്ടാക്കിയ പൊന്നുമ്മ, ഷഹബാസിന്റെ ഉമ്മ, ഷഹബാസിന്റെ ഉപ്പ, അവരുടെ മനസ്സിന്റെ വേദന, ആ വേദനയിൽ നിന്ന് അവർക്ക് വരുന്ന ഒരു പ്രതികാരമുണ്ട്. അതെന്താ? എൻ്റെ മകനെ കൊന്നവനും ഇവിടെ അങ്ങനെ ജീവിച്ചുകൂടാ. അതവരുടെ വികാരമാണ്. ആ വികാരത്തെ പരിഗണിച്ച ഒരേ ഒരു മതം, അത് അള്ളാഹുവിൻ്റെ ദീനാണ്. നിങ്ങൾക്ക് കേൾക്കണോ? അള്ള പറയുന്ന വാചകം കേട്ടോ, ഞാൻ എൻ്റെ വകയിൽ പറയുന്നതല്ല. വമൻ ഖുതില മദ്ലൂമാ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനാ. ആരെങ്കിലും അന്യായമായി കൊല്ലപ്പെട്ടാൽ, എവിടെയെങ്കിലും അന്യായമായി ഒരു കൊല നടന്നാൽ, ഫഖദ് ജഅൽനാ, അല്ലാഹ് പറയുകയാണ്, നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, ലിവലിയിഹി, ആ കൊല്ലപ്പെട്ടവന്റെ അടുത്ത ബന്ധുവിന്, മോൻ പോയ വേദനയുള്ള ഉമ്മായിയുടെ വേദന, മോൻ പോയ വേദനയിൽ തീ തിന്നുന്ന ഉപ്പയുടെ വേദന, ആ ബന്ധുക്കളുടെ വേദന, അവർക്ക് നമ്മളൊരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്, സുൽത്താന. അവർക്കാണ് ഇനി എന്ത് ശിക്ഷ നടപ്പാക്കണം എന്ന് പറയാനുള്ള അധികാരം. അതുകൊണ്ട് ഇവിടെയൊക്കെ എന്താണെന്നറിയോ, കോടതി കൊലക്കുറ്റത്തിനാണ് തെളിഞ്ഞാൽ, കേസാണ്ട് പിടിച്ചാൽ വധശിക്ഷക്കാണ് വിധിക്കും. വധശിക്ഷക്ക് വിധിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ കേരളത്തിൻ്റെ ജയിലുകളിൽ 41ഓളം ആളുകൾ വധശിക്ഷക്ക് വിധിച്ച് വിധി കാത്ത് കഴിയുന്നുണ്ട്. 1976 മുതൽക്ക് കിടക്കുന്നുണ്ട്, കൊന്നിട്ടില്ലെന്നവരെ. ആ വിധിയല്ല ഇത്. ഉമ്മയോടും വാപ്പയോടും കോടതി ചോദിക്കും, മാപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളെ കയ്യിലാണ്. ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന. ഉമ്മാക്ക് അധികാരം കൊടുക്കുകയാണ്. പറയൂ ഉമ്മ, എന്ത് ചെയ്യണം? കൊല്ലണോ? മാപ്പ് കൊടുക്കണോ? ഉമ്മ പറയുകയാണ്, ഉപ്പ പറയുകയാണ്, എന്തു തന്നെ ഞങ്ങൾക്ക് മോചനമൂല്യം തന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോന് കിട്ടൂലല്ലോ, കൊന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ വിധി അങ്ങ് നടപ്പിലാക്കും. അതാണ് ഇസ്ലാമിൻ്റെ പ്രതികാര നടപടിയുടെ റൈറ്റ്. ഇസ്ലാം അതിലേക്കാ വിളിച്ചത്. അതേ അവസരത്തിൽ ഒരു നിരപരാധിയെയും വേട്ടയാടൂല, എല്ലാ കടമ്പകളും കടന്നിട്ടേ ശിക്ഷ വിധിക്കൂ. ഇസ്ലാമിലെ ഒരു ഖാദി പോലും ഒരു കുറ്റം നേർക്കുനേരെ കണ്ടാൽ പോലും ശിക്ഷ നടപ്പാക്കൂല. അതിൻ്റെ തെളിവുകളിലൂടെ അത് ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ നടപ്പിലാക്കാൻ അധികാരമില്ല. അത്ര പഴുതടച്ച നിയമങ്ങളാണ് ഇസ്ലാമിലെ ഹുദൂദുകൾ, ശിക്ഷാ നിയമങ്ങൾ, പ്രതിക്രിയാ സമ്പ്രദായങ്ങൾ. അപ്പൊ അവനാനിക്കാണ് വേദനിക്കുമ്പോൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറയും, പച്ചക്ക് കത്തിക്കണം, അവൻ്റെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും അവൻ്റെ സുന അരിയണം, അവനെ ഇപ്പം ആകാണ്ട് കത്തിക്കണം, അവനിപ്പോൾ കൊല്ലണം എന്നൊക്കെയാണ് വേവലാതി പൂണ്ട് പറയുന്നല്ലാതെ, അതൊക്കെയാണ് കഴിഞ്ഞിട്ട് വേറൊരു കേസിൻ്റെ വരുന്നിട്ട് എവിടെയെങ്കിലും ഒരാളെ തൂക്കിക്കൊന്നു, ഏതെങ്കിലും ഒരു രാജ്യത്ത് നീതി നടപ്പിലാക്കി എന്ന് കേൾക്കുമ്പോൾ ക്രൂരം, കാടത്തം, മനുഷ്യത്വരഹിതം, മുഹമ്മദിൻ്റെ കരുണയില്ലായ്മ, ഖുർആനിൻ്റെ നീചത, ഖുർആനിൻ്റെ ക്രൂരത, ഇതൊക്കെ പറഞ്ഞു വരും. അവനാനിക്ക് നൊന്ത് അവനവൻ്റെ പ്രശ്നങ്ങൾ വരുന്നിടത്ത ഇസ്ലാം ഇടപെടുന്നത്. എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? അതാ ഖുർആൻ വിളിക്കുന്നത് എന്ത്? സുരക്ഷിതത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കണോ? കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ല്, മുറിക്ക് മുറി. ആലോചിച്ചു നോക്ക്. നമ്മുടെ സമുദായം, നമ്മളൊക്കെ കോമ്പസുകൾ, ജോമെട്രി ബോക്സിൽ കോമ്പസുകൾ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. എന്തിന്?
നോട്ട് ബുക്കിൽ കുത്തിപ്പിടിച്ച് റൗണ്ട് വരച്ച് കളങ്ങൾ ശരിയാക്കി കണക്ക് പഠിക്കാൻ. ഇന്നോ സഹപാഠിയുടെ നെഞ്ചിലേക്ക് കുത്തി തല മുതൽ കാല് വരെ കോമ്പസിന്റെ കൂർത്തുമൂർത്ത രൂപത്തിലുള്ള ആ കുത്തുകൾ കൊണ്ട് ഇണക്കി അതിലേക്ക് വിരൽ കൊണ്ടമർത്തി രക്തം പൂക്കുറ്റി പോലെ ചിന്തുന്നത് കണ്ട് റാഗിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന പിശാച്ച് കുട്ടികൾ ആർത്തു ചിരിച്ചു. ആ കുട്ടികൾ ഇന്ന് എവിടെയാണ്? നിയമമുണ്ടോ? ഇതിവിടെ ആവർത്തിക്കൂലേ? ആർക്കും എന്തും ചെയ്യാം. ഒരു കൊലക്കുറ്റം അന്തിച്ചർച്ചക്ക് 4 ദിവസം, അത് കഴിഞ്ഞ് അടുത്ത കൊലക്കുറ്റം വരുമ്പോൾ ഈ കൊലപാതകവും ബലാത്സംഗവും മണ്ണിട്ടു. അതങ്ങനെ തീരും, അതങ്ങനെ പോകും, കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും. ആർക്കും പേടിയില്ല. അതിനാ അള്ളാഹ് നിശ്ചയിച്ചത് പേടി വേണം. പേടിക്കാവശ്യമായ കരുത്തിറ്റ നിയമങ്ങൾ വേണം. ആ നിയമങ്ങൾ മാറ്റി എഴുതണമെന്നാണ് ഓരോ മനസ്സാക്ഷിയുള്ള മനുഷ്യനും ഇന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ആവശ്യത്തിൻ്റെ ഉത്തരമാണ് 1400-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ എന്ന മനുഷ്യ സ്നേഹി ലോകത്തിൻ്റെ മുമ്പിൽ റഹ്മാനായ റബ്ബിൻ്റെ വചനങ്ങളായിക്കൊണ്ട് ഓതി കേൾപ്പിച്ച ഈ വിശുദ്ധ ഖുർആനിലുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയുക, ഇനിയെങ്കിലും പഠിക്കുക. ഇങ്ങനെ ഏതേത് നിയമങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. എവിടെ നോക്കിയാലും സഹോദരങ്ങളെ, നിയമങ്ങൾ എവിടെയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്.